അങ്ങ് മരുഭൂമിയിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിലും കായ്ക്കും മരുഭൂമിയുടെ പ്രതീകമായ ഈന്തപ്പന. മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദ് അങ്കണത്തിലാണ് നിറയെ കായ്കളുള്ള ഈന്തപ്പനയുള്ളത്. ഈ കാഴ്ച അപൂർവമായതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന കാഴ്ചക്കാരും ഏറെയാണ്. മണലാരണ്യത്തിൽ മാത്രം കായ്ക്കുമെന്ന് കരുതിയ ഈന്തപ്പന കേരളത്തിലെ കാലാവസ്ഥയിലും ഫലം നൽകുന്നതിന് നേർക്കാഴ്ചയാണിത്. മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദ് അങ്കണത്തിൽ 6 വർഷം മുൻപ് നട്ട 6 ഈന്തപ്പനകളിൽ ഒന്നിലാണ് ഇപ്പോൾ നിറയെ കായ്ച്ചത്. ഓറഞ്ച് നിറത്തിലുള്ള കായ്കൾ നിറഞ്ഞ ഈന്തപ്പന പള്ളിയിലെത്തുന്നവർക്ക് കൗതുക കാഴ്ചയായി മാറുകയാണ്. കേരളത്തിൽ പല സ്ഥലങ്ങളും പരീക്ഷണാടിസ്ഥാനത്തിൽ ഈന്തപ്പന നട്ടിരുന്നെങ്കിലും പന വളർന്നതല്ലാതെ കായ്കൾ ഉണ്ടായില്ല. കേരളത്തിൽ ഇതിന്റെ കൃഷി പ്രധാനമായിട്ടും ലാൻഡ്സ്കേപ്പായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണുള്ളത്. വളർന്നു വരുന്ന ഇതിന്റെ മണ്ണിന്റെ പ്രശ്നങ്ങളൊക്കെ വലിയ ഘടകമാണ്. അതായത് കൂടുതൽ ചൂട് വേണം, കുറഞ്ഞ തണുപ്പേ പറ്റുള്ളൂ. കേരളത്തിലെ ഭൂപ്രകൃതി അതിന് അനുയോജ്യമല്ല എന്നുള്ളതാണ് പ്രശ്നം. രാജസ്ഥാൻ പോലെയുള്ള, ഗുജറാത്ത് പോലെയുള്ള പ്രദേശങ്ങളിലാണ് ഇന്ത്യയിൽ ഇത് അല്പമെങ്കിലും കൃഷി ചെയ്യുന്ന സ്ഥലം എന്നുള്ളത്. കേരളത്തിൽ ഇത് വളരെ അപൂർവമാണ്. പ്രത്യേകിച്ച് മലബാർ ഏരിയകളിൽ ഉണ്ടെങ്കിലും തെക്കോട്ട് ഇങ്ങോട്ട് ഇത് വളരെ കുറവാണ്. 2020 കോവിഡ് കാലത്താണ് തൃശൂർ മണ്ണൂത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് മസ്ജിദിന്റെ ഭാരവാഹികൾ ഈന്തപ്പന തൈകൾ വാങ്ങിയത്. പ്രകൃതിദത്തമായ അതിജീവന ശേഷിയുള്ള ഈന്തപ്പനകൾക്ക് പ്രത്യേകമായി വെള്ളമോ വളമോ ഒന്നും നൽകിയിരുന്നില്ല. എങ്കിലും സ്വാഭാവികമായി വളർന്ന പന 6 വർഷങ്ങൾക്കിപ്പുറം കായ്ക്കുകയായിരുന്നു. 3 മാസം മുമ്പാണ് ആദ്യം കായ്ച്ചത്. ഇപ്പോൾ പന നിറയെ ഈന്തപ്പഴങ്ങളുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.